ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും എൻ്റെ ചാനൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് മന്ത്ലി മേ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യാം. അപ്പോൾ ക്യാൻസർ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരിയർ, ലവ്, ജനറൽ റീഡിംഗ് എല്ലാം ഒരു റീഡിംഗിൽ തന്നെയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ മെസ്സേജസ് എല്ലാം ഏരിയ ഓഫ് ലൈഫിൻ്റെ മെസ്സേജസ് ആണ് ഇതിലുണ്ടാവുക. അപ്പോൾ ഇതിനെ പ്ലീസ് എൻഡ് വരെ നോക്കുക ഈ വീഡിയോനെ, ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ക്യാൻസർ നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ എന്താണ് മെസ്സേജ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റിൽ എന്തായിരുന്നു എനർജി? നിങ്ങളുടെ ലിബ്ര എനർജിയാണ് ജസ്റ്റിസ്. കറണ്ട് എനർജിയിൽ ക്വീൻ ഓഫ് കപ്സ്, ഇത് നിങ്ങളുടെ എനർജിയാണ്, ക്യാൻസർ എനർജി. ആൻഡ് ഫ്യൂച്ചർ എനർജി നിങ്ങളുടെ ഹാങ്ഡ് മാൻ ആണ്. അപ്പോൾ ഇത് പൈസീസ് എനർജിയാണ്. നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച് ഈ സമയത്ത്, ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങളുടെ 3 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങൾക്ക് അഡ്വൈസ് 7 ഓഫ് കപ്സ്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ ജഡ്ജ്മെൻ്റ് ആണ്. നിങ്ങളുടെ ഓവറോൾ എനർജി, ചാരിയറ്റ് ആണ്, ക്യാൻസർ എനർജി, അതും നിങ്ങളുടെ എനർജിയാണ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം 8 ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ കുറേ സ്ട്രോങ് ക്യാൻസർ എനർജി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി ഞാൻ ഹോപ്പ് ചെയ്യണു ഇത് കുറേ നിങ്ങളുടെ ഇടയ്ക്ക് കുറേ ആൾക്കാരുടെ കൂടെ ഇത് റെസൊനേറ്റ് ചെയ്യുമെന്ന്. അപ്പോൾ ചാരിയറ്റ് ഇവിടെ ക്യാൻസർ എനർജിയാണ്. ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു ഫോർവേഡ് മൂവ്മെൻറ്റിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ മാസം നിങ്ങൾ കുറേ പ്രോഗ്രസ് കാണും നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ ചാരിയറ്റ് ചിലപ്പോൾ ഒരു ചോയ്സിൻ്റെയും എനർജിയാണ്. അപ്പോൾ ചിലവർക്ക് ഈ മാസത്തിൽ നിങ്ങൾക്ക് മേ ബി ഒരു ചോയ്സ് ആണ് ഉണ്ടാക്കേണ്ടത്. നിങ്ങൾക്ക് മുമ്പോട്ടാണ് പോകേണ്ടത്, ഓറെൽസ് നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് സിറ്റുവേഷനെ ഇംപ്രൂവ് ആണ് ചെയ്യേണ്ടത്. ആ ഡിസിഷൻ ആണ് നിങ്ങൾക്ക് മേ ബി എടുക്കേണ്ടത്. ഓറെൽസ് 2 ഓപ്ഷൻസിൻ്റെ ഇടയ്ക്ക് ഒരു ചോയ്സ് ആയിരിക്കും ഇത് കുറേ ട്രാവൽഡും എനർജിയാണ്. അപ്പം മേ ബി നിങ്ങൾ ഈ മാസം കുറേ ട്രാവൽ ചെയ്യുന്നുണ്ടാവും. ജസ്റ്റിസ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ ഇത് ലീബ്ര എനർജിയാണ്. പാസ്റ്റിൽ എന്തോ ഒരു കാർമിക് ബാലൻസ് ആണ് ഞാൻ കാണുന്നത്. ഇതൊരു ലീഗൽ സിറ്റുവേഷൻ ആവാം. മേ ബി നിങ്ങളൊരു ലീഗൽ സിറ്റുവേഷൻ്റെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ഒരു ഔട്ട്കം എന്തോ പാസ്റ്റിൽ ഉണ്ടായിരിക്കണു. ഇതൊരു ഡിവോഴ്സ് ആവാം, ഇല്ലാച്ച ഒരു മാരേജും ആവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാരിഫൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും ഇത് എന്താണെന്ന്. പക്ഷേ ക്വീൻ ഓഫ് കപ്സ് നിങ്ങളുടെ കറണ്ട് എനർജിയാണ്. അപ്പോൾ കറണ്ട് എനർജിയിൽ ഞാൻ കുറേ സെൽഫ് ലവ് ആണ് കാണുന്നത്. ക്വീൻ ഓഫ് കപ്സ് ഇത് നിങ്ങളുടെ തന്നെ എനർജിയാണ്. ആൻഡ് നിങ്ങൾ കുറേ നിങ്ങളുടെ വിഷസിനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യണേ. നിങ്ങൾ കുറേ സെൽഫ് ലവിലാണ് ഇൻഡൾജ് ചെയ്യണേ. ആൻഡ് ഇതൊരു ബ്യൂട്ടിഫുൾ എനർജിയാണ്. കുറേ ഒരു ഇമോഷണൽ പേഴ്സൻ്റെ എനർജിയാണ്, ഒരു സെൻസിറ്റീവ് പേഴ്സൻ്റെ എനർജിയാണ്, കെയറിങ് പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ മേ ബി കുറേ ഈ മാസം ഇമോഷണൽ ഫീൽ ഉണ്ടാവും. പക്ഷെ കുറേ നിങ്ങളുടെ ഉള്ളിൽ കുറേ ലവ് ഉണ്ട് കൊടുക്കാൻ. അപ്പോൾ എന്തെങ്കിലും പാസ്റ്റിൽ ഇഷ്യൂസ് ഉണ്ടായാലും നിങ്ങൾ കുറേ ലവിങ് എനർജിയിലാണ്. അതൊരു നല്ല എനർജിയാണ്. നിങ്ങൾ നെഗറ്റീവായിട്ടല്ല കാര്യങ്ങൾ നോക്കണത്. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് നെഗറ്റീവ് അല്ല, കുറേ ഒരു പോസിറ്റീവ് വേയിലാണ് നിങ്ങൾ ഡീൽ ചെയ്യണത് എല്ലാം കാര്യം. ഇപ്പോൾ ഫ്യൂച്ചർ ഹാങ് മാൻ ഉണ്ട്, പൈസീസ് എനർജി. ഇത് കുറച്ചൊരു സ്റ്റാഗ്നേഷൻ്റെ എനർജിയാണ്. അപ്പോൾ എന്തോ ഒരു കാര്യം
നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനാണ് നോക്കുന്നത്. കുറച്ചൊരു സ്റ്റാഗ്നേഷൻ ഉണ്ട്, പക്ഷെ ഇത് ഹീലിംഗിൻ്റെയും എനർജിയാണ്. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യാനാണ് നോക്കുന്നത്. എന്തോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കുറച്ചൊരു സ്റ്റാഗ്നേഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ചാലഞ്ച് മെയ് മാസത്തിൽ. അപ്പോൾ ഇത് ഒരു ആരുടെയോ കൂടെ ഒരുമിച്ച് കൊലാബറേറ്റ് ചെയ്യണ എനർജിയാണ്. ഇത് വർക്ക് റിലേറ്റഡ് ആയിരിക്കാം, ഇല്ലാച്ചാ റിലേഷൻഷിപ്പ് ആവാം. എന്തായാലും ഇവിടെ ഞാൻ കാണുന്നത് വേറെ ആൾക്കാരുടെ കൂടെ ഒരുമിച്ച് എന്തോ വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത എനർജി ആണ് പറഞ്ഞ. ഇതൊരു വർക്ക് ചെയ്യണ എനർജിയാണ്, ഒരുമിച്ച് ആൾക്കാരുടെ കൂടെ കൊലാബറേറ്റ് ചെയ്യണ എനർജിയാണ്. പക്ഷെ ഇത് ചാലഞ്ച് പൊസിഷനിൽ ഉണ്ടായതുകൊണ്ട് ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച്. വേറെ ആൾക്കാരുടെ കൂടെ ഒരുമിച്ച് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഇല്ല അവരുടെ കൂടെ വർക്ക് ചെയ്യുക, അതൊക്കെ ചാലഞ്ചിങ് പോയിന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് മെയ് മാസത്തിൽ. നിങ്ങളുടെ അഡ്വൈസ് 7 ഓഫ് കപ്സ് ആണ്. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ കുറെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് മെയ് മാസത്തിൽ, കുറെ ടെംപ്ടേഷൻസും ഉണ്ട്. അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കുക. ചില കൺഫ്യൂസിങ് എനർജിയും ഉണ്ട്. നിങ്ങൾ മേ ബി ഒരു കാര്യത്തിൽ ക്ലാരിറ്റിയുടെ കൂടെ അല്ല ഡിസിഷൻസ് എടുക്കണത്. ജഡ്ജ്മെന്റ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. അപ്പൊ ഇവിടെ എന്തോ ഒരു കാര്യം ഡെസ്റ്റിൻഡ് കാര്യമാണ്, ഒരു ഡെസ്റ്റിൻഡ് ഇവന്റ് ഉണ്ടാവാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഇത് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ കുറച്ചൊരു ഫ്ലോയിൽ പോവാൻ നോക്കുക. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിലല്ല. നിങ്ങൾ എത്രയും കൺട്രോൾ ചെയ്യാൻ അത് നോക്കണോ അത്രയും അത് നിങ്ങൾക്ക് വിഷമാവും. എന്നുവെച്ചാൽ നമ്മൾ ഒരു കാര്യം കൂടുതൽ കൺട്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്കം ചിലപ്പോൾ നമ്മൾക്ക് വേണ്ട മാതിരി കിട്ടില്ല. അപ്പോൾ ഇത് ഒരു ഡെസ്റ്റിൻഡ് ഇവന്റ് ആണ്, എന്തോ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട് ഓരൽസ് നടന്നുണ്ട്. ആൻഡ് ഇത് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ അത് നിങ്ങളുടെ കൺട്രോളിൽ ആയില്ല. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു ആക്സെപ്റ്റൻസ് കൊണ്ടുവരാം നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് നമ്മൾക്ക് ആദ്യം ഇത് ക്ലാരിഫൈ ചെയ്യുമ്പോൾ നോക്കാം എന്താണെന്ന്. പക്ഷെ 8 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഔട്ട്കം. അപ്പോൾ മെയ് മാസത്തിൽ നിങ്ങൾ കുറെ കാര്യത്തിൽ നിങ്ങൾക്കൊരു സ്റ്റാഗ്നേഷൻ ഫീൽ ചെയ്യും. എന്നുവെച്ചാൽ ഇവിടെ ഫ്യൂച്ചറിലും ഹാങ്ഡ് മാൻ ആണ്. അപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാണ്ട് നിങ്ങൾ കുറെ സ്റ്റാഗ്നന്റ് ആൻഡ് സ്റ്റക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. ഇപ്പൊ ഇത് എന്താണെന്ന് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്ത് മനസ്സിലാക്കാം. ഈ ചാരിയറ്റ് എന്താണ് ഇവിടെ എനർജി? 2 ഓഫ് കപ്സ്. അപ്പോൾ ഇതൊരു റൊമാൻറ്റിക് സിറ്റുവേഷനിലാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ഫോക്കസ് മെയ് മാസത്തിൽ ഒരു റൊമാൻറ്റിക് ലവ് സിറ്റുവേഷൻ ആണ്, ഓരൽസ് ഒരു പാർട്ട്ണർഷിപ്പ്, ബിസിനസ് പാർട്ട്ണർഷിപ്പും ആവാം. പക്ഷെ ഇതിൽ എന്തോ ഒരു ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഓരൽസ് ഒരു ഡിസിഷൻ ഉണ്ടാക്കാനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാ അത് ഏത് ഡിറക്ഷനിലാണ് പോകേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇത്രയും ഒരു സ്റ്റാഗ്നന്റ് ഫീലിംഗ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ ഈ ജസ്റ്റിസ് എന്താണ് പാസ്റ്റിൽ 2 ഓഫ് വാൻസ്. അപ്പം നിങ്ങൾ ഏതോ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ആലോചിക്കണേ. ഇവിടെ പ്ലാനിങ്, സ്ട്രാറ്റജൈസിങ് നടക്കുന്നുണ്ട്. ഓർ നിങ്ങൾ കുറെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പ്ലാൻ ചെയ്യണ്ടായിരുന്നു. എന്തോ ഇതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച്, ഇതിൻ്റെ മേ ബി നിങ്ങൾ മാരിഡ് ആണെച്ചാൽ മേ ബി ഈ മാരേജ് ഫ്യൂച്ചറിൽ നടക്കോ ഇല്ലേ, എങ്ങനെയാ മുമ്പോട്ട് പോകണ്ടേ, എന്താണ് ഇഷ്യൂസ്, ഈ ഇഷ്യൂസിൽ എന്താണ് സൊല്യൂഷൻസ്. അപ്പോൾ കുറെ തിങ്കിങ് എനർജിയാണ്. 2 ഓഫ് വാൻസ് ഒരു വെയിറ്റിംഗ് എനർജിയാണ്. നിങ്ങൾ എന്തിനോ വേണ്ടിയിട്ട് വെയിറ്റ് ആണ് ചെയ്യണത്. എന്താണ് ഈ ജസ്റ്റിസ് ആൻഡ് 7 ഓഫ് സോഡ്സ്. അപ്പോൾ എന്തോ ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ട്. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ ആണ് എടുക്കേണ്ടത്. ഈതർ ഈ 7 ഓഫ് സോഡ്സ് എന്തോ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓരൽസ് നിങ്ങളുടെ ബിസിനസ്സിൽ ഓർ നിങ്ങളുടെ വർക്കിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷെ അതിനെ നിങ്ങൾ ഫേസ് ചെയ്യണില്ല. അതിനെ നിങ്ങൾ ആ ഇഷ്യൂനെ അവോയ്ഡ് ആണ് ചെയ്യണത്. ഓരൽസ് ഇത് നിങ്ങളുടെ പാർട്ട്ണർ എന്തോ ഒരു മാനിപ്പുലേറ്റീവ് എനർജിയാണ്. ഇത് എന്തോ ഒരു പേഴ്സൺ നിങ്ങളെ അറിയാണ്ട് എന്തോ ചെയ്യണ എനർജിയാണ്, ഒളിപ്പിച്ച് ചെയ്യണ എനർജിയാണ്. ഇതൊരു അഫെയറും ആവാം, പക്ഷെ എല്ലാവർക്കും അത് ആപ്ലിക്കബിൾ ആവില്ല. പക്ഷെ എന്തോ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, ഈ പേഴ്സൺ എന്തോ ചെയ്തു എന്ന് നിങ്ങൾ അറിഞ്ഞു. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഈ പേഴ്സന്റെ കൂടെ എന്താണ് ഫ്യൂച്ചർ ഉണ്ടാവുക എന്നാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ നോക്കുന്നത്. ഇപ്പൊ ക്വീൻ ഓഫ് കപ്സ് ഇവിടെ കറന്റ് എനർജിയിൽ എന്താണ്? വേൾഡ്.
അപ്പൊ ഇവിടെ ഞാനൊരു കംപ്ലീഷൻ ആണ് കാണുന്നത്, ഒരു എൻഡിങ് എന്നൊരു പുതിയ ബിഗിനിങ് ആണ് ഇവിടെ കാണുന്നത്. വേൾഡ് ഒരു വലിയ ചേഞ്ച് കൂടിയുമാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവര് മേ ബി ഈ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാനാണ് ഡിസൈഡ് ചെയ്യണത്. ഈ ഹാങ്ഡ് മാൻ അതുകൊണ്ടാണ് ഇവിടെ ഒരു പോസ് ഉള്ളത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പാസ്റ്റ് പേഴ്സണിനെ ലെറ്റ് ഗോ ചെയ്യാനാണ് ട്രൈ ചെയ്യണത്. നിങ്ങൾ ഈ പേഴ്സണിനെ കുറെ നിങ്ങൾക്ക് ഫീലിങ്സ് ഇപ്പോഴും ഉണ്ട്, ഫ്യൂച്ചറിലും ഉണ്ടാവും. പക്ഷെ ഈ പാസ്റ്റ് മെമ്മറീസിനെയൊക്കെ ഫർഗിവ് ആൻഡ് ഫർഗെറ്റ് ചെയ്യാനാണ് നിങ്ങൾ ട്രൈ ചെയ്യണത്. 3 of Pentacles ഇവിടെ ചാലഞ്ച് എന്താണ്? 4 of Wands. അപ്പൊ ഈ മാരേജ്, ഈ റിലേഷൻഷിപ്പ്, ഈ കൊലാബറേഷൻ, ഇതിൽ നിങ്ങൾ കുറെ ശ്രമിച്ചു ഇതിനെ വർക്ക്ഔട്ട് ചെയ്യാൻ. പക്ഷെ ഈ റിലേഷൻഷിപ്പിൽ ഞാനൊരു ചാലഞ്ച് ആണ് കാണുന്നത്. പേജ് ഓഫ് വാൻസ്, ഇതൊരു പുതിയ ഒരു പേജ് ഓഫ് വാൻസ് ആക്ച്വലി ഒരു പുതിയ ബിഗിനിങ് ആണ്. പക്ഷെ ചില കേസസിൽ ഇതൊരു ഇമ്മെച്യോർ എനർജിയും കൂടിയാണ്. അപ്പോൾ മേ ബി ഇവിടെ ആ പേഴ്സൺ കുറെ ഇമ്മെച്യോർ ആയിരുന്നു, ഓറൽസ് ഇതൊരു കുട്ടിയുടെ എനർജി ആവാം. മേ ബി നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ നിങ്ങളുടെ ഒരു കുട്ടി ഉണ്ട് വെച്ചാൽ മേ ബി ആ കുട്ടിയെ ഓർത്തിട്ടായിരിക്കും നിങ്ങൾ ഒരു മാരേജിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുക. 7 of Cups ഇവിടെ അഡ്വൈസ് എന്താണ്? Page of Swords and 5 of Pentacles. അപ്പോൾ ഇവിടെ ഞാൻ ഒരു റിജക്റ്റഡ് ഫീലിംഗ് ആണ് കാണുന്നത്. നിങ്ങൾക്ക് എന്തോ ഒരു ഇൻഫർമേഷൻ കൂടിയും കിട്ടുന്നുണ്ട്. ഈ പേഴ്സൺ എന്തോ ചെയ്തു എന്ന് നിങ്ങൾ അറിയുന്നുണ്ട്. ആ ഇൻഫർമേഷൻ നിങ്ങൾ ഇവിടെ കുറെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. മേ ബി ഈ പേഴ്സണിന്റെ വേറെ അഫെയർസ് ഉണ്ടായിരുന്നു എന്നായിരിക്കും നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണത്. ആ ഇൻഫർമേഷൻ കിട്ടിയോണ്ട് നിങ്ങൾ കുറെ ഹേർട്ടാണ് ആവണത് ഇവിടെ. അതല്ലാണ്ട് ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാ, നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെ എങ്ങനെയാ ബൂസ്റ്റ് ചെയ്യണ്ടേന്ന് അത് ആണ് നിങ്ങൾക്ക് കുറച്ച് സൂക്ഷിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തിനും കുറെ ആൾക്കാരെ അഡ്വൈസ് തരാൻ നോക്കും. പക്ഷെ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അതിലാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. എസ്പെഷ്യലി ഫിനാൻഷ്യലി നിങ്ങളൊരു നല്ല സ്ഥലത്തല്ലാച്ചാൽ മേ ബി ഫിനാൻഷ്യലി നിങ്ങൾ എങ്ങനെ ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റുക അതാണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോക്കസ് ഉണ്ടാവേണ്ടത്. അപ്പൊ ഇവിടെ ജഡ്ജ്മെന്റ് എന്താണ്? ഇവിടെ ജഡ്ജ്മെന്റ് ആൻഡ് ഫൂൾ, ഏരീസ് എനർജി. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇതൊരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സ് ആണ് കൊണ്ടുവരണേ. ഇത് ഡെസ്റ്റിനി ആണ്. ഇതിൽ നിങ്ങളുടെ ഒരു റോളും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുക. എന്ന് വെച്ചാൽ ചില കാര്യം നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബെസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ എങ്ങനെയാ യൂണിവേഴ്സ് ഏത് ഡിറക്ഷനിലാണ് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അതിൽ ഫെയ്ത്ത് ഉണ്ടാവുക ആൻഡ് മുമ്പോട്ട് പോവുക. എന്നുവെച്ചാൽ ഇപ്പോൾ സ്റ്റാഗ്നന്റ് ആയിട്ട് കാര്യമില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റാഗ്നേഷൻ ഫീൽ ആവുന്നുണ്ട്. 8 of Swords, 6 of Wands. അപ്പോൾ ഇവിടെ അഗൈൻ യൂണിവേഴ്സ് നിങ്ങളോട് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഈ സമയം ചേഞ്ച് ആവാൻ പോകുന്നുണ്ട്. ഇതൊരു പാസ്റ്റിലുണ്ടായ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഒരു ഡിഫിക്കൽട്ട് സമയമായിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ്ലി ഇപ്പോൾ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു ന്യൂ ബിഗിനിങ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ അത് ആ സമയത്തെല്ലാം ശരിയാവും. ഓക്കെ, അത്ര പേഷ്യൻസ് നിങ്ങൾക്ക് വെക്കേണ്ടി വരും. കുറെ ഫ്യൂച്ചറിൽ കുറെ സക്സസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഈ സമയം കുറച്ചൊരു പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക ആൻഡ് ഡീൽ ചെയ്യുക. ഇതിൻ്റെ കൂടെ ഒരു പോസിറ്റീവ് വേയിൽ ഡീൽ ചെയ്യുക. എന്നുവെച്ചാൽ നിങ്ങളുടെ ലക്ക് ചേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു വെരി പോസിറ്റീവ് ടേൺ ഓഫ് ഇവൻറ്റ്സ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ആൻഡ് ക്യാൻസർ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് പറയുക എങ്ങനെ ഇത് റെസൊനേറ്റ് ചെയ്തു എന്ന്. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ലാച്ചാൽ വെബ്സൈറ്റിൽ എൻ്റെ വാട്സാപ്പിൻ്റെ ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ആൻഡ് ഞാൻ അവിടെ നിങ്ങൾക്കെല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.